നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് രാജ്യത്ത് കത്തി നിന്ന അല്ലെങ്കിൽ ചിലർ കത്തിച്ചു നിർത്തിയ ഒരു വിവാദമാണ് സിംഹങ്ങളുടെ പേര്. ആൺസിംഹത്തിന് അക്ബർ എന്നും പെൺസിംഹത്തിന് സീതയെന്നുമായിരുന്നു പേര്. എന്നാൽ ദേശീയ മാധ്യമങ്ങളിൽ വന്ന വാർത്ത പ്രകാരം ത്രിപുരയിൽ നിന്ന് ഈ രണ്ട് സിംഹങ്ങളെ ബംഗാളിലേക്ക് കൊടുക്കുമ്പോൾ രണ്ട് സിംഹങ്ങളുടെയും പേര് രാമനെന്നും സീതയെന്നുമായിരുന്നു. എന്നാൽ അതിർത്തി കടന്ന് ബംഗാളിലേക്ക് എത്തിയപ്പോൾ ഒരു സിംഹത്തിൻ്റെ പേര് അക്ബർ എന്ന് മാറുകയും സീത മാറാതിരിക്കുകയും ചെയ്തു. ഈ ഒരു നടപടിക്കെതിരെയാണ് VHP യഥാർത്ഥത്തിൽ കേസിന് പോയത്. പക്ഷേ ആദ്യത്തെ തുടക്കത്തിലെ 1-2 ദിവസം വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വാർത്തകൾ വിളമ്പി തന്നിരുന്നത്. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന തരത്തിൽ വരെ ആളുകളെ കൊണ്ട് ചോദിപ്പിക്കത്തക്ക തരത്തിലായിരുന്നു ആദ്യ സമയത്തെ ചർച്ചകളും മറ്റുമല്ല. എന്നാൽ ഇതിൻ്റെ പിന്നാമ്പുറം അറിഞ്ഞപ്പോഴാണ് ആരോ ബോധപൂർവം ഒന്നുകിൽ വലിയ മതേതരനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആരെങ്കിലും ബോധപൂർവം മതേതരത്വം കളിക്കാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ മതവികാരത്തിനെ വ്രണപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം തന്നെ ചെയ്തത്. നമ്മളൊരു കാര്യം എപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു ചെറിയ സമൂഹമല്ല, ജനക്കൂട്ടമല്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെയുള്ള ഓരോ സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും, നമ്മുടെ ഈ കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനം എടുത്താൽ പോലും എത്രയോ യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്നതിനേക്കാൾ കൂടുതൽ ജനസംഖ്യ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. 28 സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ ഏതാനും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഒരു ബൃഹത്തായ വലിയ രാജ്യമാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന രാജ്യമാണ്. അവിടെ 140 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ്. മാത്രമല്ല 500-ന് മുകളിൽ മതവും മതവിശ്വാസികളും ഒക്കെ അതേപോലെ തന്നെ നിരീശ്വരവാദികളുമുള്ള ഒരു രാജ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഏതാണ്ട് 100 കോടിയോളം ഹൈന്ദവരുള്ള ഒരു സ്ഥലത്ത്, അതിൽ ബഹുഭൂരിപക്ഷവും വിശ്വാസികളായിരിക്കുന്ന ഒരിടത്ത് അവരുടെ മതവികാരം വിശ്വാസത്തിനെയൊക്കെ തീർച്ചയായിട്ടും മാനിക്കേണ്ടിയിരിക്കുന്നു. ഇനി അവരുടെ മാത്രമല്ല, ന്യൂനപക്ഷത്തിനെയാണെങ്കിലും അത് തീർച്ചയായിട്ടും മാനിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കോടതി വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കൽക്കട്ടയിലെ ഹൈക്കോടതിയാണ്. VHPക്ക് അനുകൂലമായിട്ടാണ് കോടതി ഇപ്പോൾ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. പൂച്ചയ്ക്കും നായ്ക്കുമൊക്കെ ദൈവങ്ങളുടെയൊക്കെ പേരാണോ ഇടുന്നത് എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൽക്കട്ടയിലെ മൃഗശാല അധികൃതർ പറയുന്നത് പേര് മാറ്റാം എന്ന ഒരു നിലപാടിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അത് കോടതി ചോദിക്കുന്നുണ്ട്. അക്ബർ ഒരു മഹാനായ ഒരു ഭരണാധികാരിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരിട്ടതും ശരിയായില്ല എന്ന തരത്തിൽ തന്നെ കോടതി നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും വിചാരിക്കും കോടതിക്ക് ഇതൊക്കെയാണോ പണി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും കോടി ആളുകൾ താമസിക്കുന്ന ഒരു വലിയ രാജ്യമാണ്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളൊക്കെ നമ്മളെ മുന്നിൽ കാണുമായിരിക്കും. പക്ഷേ ജനസംഖ്യ എന്ന് പറയുന്നത്, ജനസംഖ്യ വിസ്ഫോടനം നടത്തിയ രാജ്യമാണ്. 140 കോടി എന്ന് പറയുമ്പോൾ അത് അത്ര ചില്ലറയല്ല എന്ന് ഓർക്കുക. ഇതിൻ്റെ പകുതി പോലും ഇല്ലാത്ത പാകിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പോലും പ്രവാചകനിന്ദ ആരോപിച്ചുകൊണ്ട് മനുഷ്യനെ തല്ലിക്കൊന്നിട്ടുണ്ട്. ഇവിടെ പോലും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു പേരിൻ്റെ പേരിൽ ഒരു അധ്യാപകൻ്റെ കൈയും കാലും മുറിക്കപ്പെട്ടതാണ്, വെട്ടിമുറിക്കപ്പെട്ടതാണ്. അപ്പോൾ അതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. വലിയൊരു ഭൂരിപക്ഷ സമൂഹത്തിനെ അപമാനിക്കുന്ന തരത്തിൽ, അവരുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഇത്തരം ചില കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ട്രോളന്മാർക്ക് മാറിയിരുന്ന ട്രോളാം, കമ്മ്യൂണിസ്റ്റുകാർക്കും ചുടാപ്പികൾക്കൊക്കെ മാറിയിരുന്ന ട്രോളാം. കാര്യം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ആളുകൾ തമ്മിൽ തല്ലുകയോ മതങ്ങൾ തമ്മിലടിക്കുകയോ ആളുകൾ വിശ്വാസത്തിൻ്റെ പേരിൽ കൊല്ലുകയും കൊലപാതകമൊക്കെ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പുറത്ത് മാറിയിരുന്നുകൊണ്ട് വോട്ട് രാഷ്ട്രീയം കളിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് എന്തും പറയാം. പക്ഷേ മനുഷ്യരാണ്, വിചാരങ്ങളൊക്കെ ഉള്ള മനുഷ്യരാണ്. അതിൻ്റെ ഭാഗത്താണ് അവസാനമായിട്ട് കോടതി നിൽക്കുന്നത്. നമുക്ക് തോന്നും ഈ വിധി കേൾക്കുമ്പോൾ കോടതിക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇങ്ങനെയാണോ പറയേണ്ടത് എന്നൊക്കെ തോന്നും. പക്ഷേ മനുഷ്യജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടൊരു കാര്യവുമില്ല. അതിനാൽ തന്നെ കോടതി വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് നടത്തിയത് എന്ന് കാണാം. തീർച്ചയായിട്ടും കോടതി മറ്റൊരു കാര്യം കൂടി ചോദിച്ചു. ബംഗാളിലായതുകൊണ്ടും കൽക്കട്ടയിൽ ആയതുകൊണ്ടുമാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഒരു കുരങ്ങന് ടാഗോർ എന്ന് പേരിട്ടിരുന്നെങ്കിൽ നിങ്ങൾ പ്രതിഷേധിക്കില്ലായിരുന്നു എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും പ്രതിഷേധിക്കും. ഒരു ഉദാഹരണത്തിന്, ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരു കുരങ്ങിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മൃഗത്തിനോ നമ്മൾ നാരായണ ഗുരുവെന്നോ അല്ലെങ്കിൽ കുമാരനാശാനെന്നോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുടെയൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതേ സമുദായത്തിലുള്ളവർ എതിർക്കില്ലേ? അല്ലെങ്കിൽ അവരെയൊക്കെ ദൈവതുല്യരായിട്ട് കാണുന്ന ആളുകൾ എതിർപ്പുമായിട്ട് വരില്ലേ? അത് തന്നെ ഇവിടെയും സംഭവിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്തൊക്കെ എത്ര ലോജിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായം പറയാൻ പലർക്കും പലതും കാണും. പക്ഷേ മനുഷ്യൻ്റെ വിശ്വാസത്തെ, അവൻ്റെ വിചാരത്തെ വെച്ച് വിലപേശരുത്. അത് കലാപത്തിന് കാരണമാവുന്ന തരത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ആ ഒരു രീതിയിൽ തീർച്ചയായിട്ടും VHPയും കോടതിയും ഇതിൽ കാണിച്ചത് അങ്ങേയറ്റം
സംയമനം പാലിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പകരം ഇത് ഈ പേരിട്ട ആളുടെ കൈവെട്ടാനോ കാലുവെട്ടാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ VHP പോയില്ല. അതിനെ നിയമപരമായ വഴിയിലൂടെ അതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. അതിൻ്റെ ഒപ്പം കോടതിയും നിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.